ശ്രീ അജികുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ കൂടി നമുക്കൊപ്പുണ്ട്. ശ്രീ അജികുമാർ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊരു ചരക്ക് ഗതാഗതം എന്നതാണ്, പിന്നീട് ഒരു ആംബുലൻസ് സേവനം എന്ന നിലയ്ക്ക് ഉപയോഗിക്കാം. ഈ പ്രത്യേകിച്ചും പ്രായമായവർ, നമ്മൾ ഡോളി സംവിധാനമൊക്കെയാണല്ലോ ഇപ്പോൾ കാണുന്നത്, അങ്ങനെ പ്രായമായവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യാത്രാ സൗകര്യമായിട്ട് കൂടി ഇത് മാറുമോ? ദേവസ്വം ഇത് എത്ര കാലത്തേക്കുള്ളിൽ പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കാണുന്നത്? ഇത് ക്ഷമിക്കണം, ക്ലിയർ ആയാലും ഒന്നുകൂടി പറയാമോ? സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണിത്. ഈ വർഷത്തിൽ ഇതിന്റെ റോപ്വേയുടെ തുടക്കം കുറിക്കാൻ കഴിയുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ശബരിമലയുടെ വികസന രേഖയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ. ശബരിമല മാസ്റ്റർ പ്ലാനിൽ 2011 ഈ നിർദ്ദേശം വന്ന റോപ്വേ വന്നത്. പക്ഷെ പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. ദേവസ്വം മന്ത്രി VN വാസൻ അദ്ദേഹം വളരെ മുൻകൈയെടുത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും അതുപോലെ വനംവകുപ്പ് മന്ത്രിയുമായി മുൻകൈയെടുത്തുള്ള ചർച്ചയിൽ ഇപ്പോ ഒരു ഭൂമി കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിൽ കാര്യങ്ങൾ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം 21-ാം തീയതി ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ദേവസ്വം മന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ വനം വകുപ്പിന്റെ ഫൈനൽ ക്ലിയറൻസ് കിട്ടിയാൽ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ മണ്ഡല മകരവിളക്കാലം 68 ദിവസം ഏതാണ്ട് 65 ലക്ഷത്തോളം അയ്യപ്പഭക്തന്മാരാണ് ശബരിമലയിൽ വന്നുപോയത്. അവരുടെ ആ ഒഴുക്കിന് വലിയ തടസ്സമായി വന്നത് ട്രാക്ടർ അടക്കമുള്ള ചരക്ക് വാഹനങ്ങളുടെ വരവായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ റോപ്പ് വേ യാഥാർത്ഥ്യമായാൽ അതിന് വലിയ ഒരു പരിഹാരമാകും. ഇപ്പോ കേവലം 11 മണി മുതൽ 3 മണി വരെ മാത്രമേ ചരക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നുള്ളൂ. അതിന്റെ ഫലമായി അത്യാവശ്യ സാധനങ്ങൾ പോലും ശബരിമല എത്തിക്കാൻ കഴിയാത്ത ഒരു ദുർഘട സന്ധിയുണ്ട്. ഭക്തന്മാരുടെ ഒഴുക്കിന് വല്ലാതെ തടസ്സമുണ്ടാക്കുന്നുണ്ട്. അതിന് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഈ റോപ്പ് യാഥാർത്ഥ്യമാകുന്നത്. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ചരക്ക് നീക്കം എന്നതിനപ്പുറത്തേക്ക് ഒരു വിപുലപ്പെടുത്തൽ ഈ പദ്ധതിയിൽ ഉണ്ടാകുമോ? അതോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒരു പ്രാഥമിക പരിഗണന ഈ ചരക്ക് നീക്കം സുഗമാക്കുക എന്നതായിരിക്കുമോ റോപ്പ് വേയിലൂടെ? അല്ല, 2011 ഇങ്ങനെ ഐഡിയ വന്നു. 2015 ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു വരവും കൂടി വേണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് തത്വത്തിൽ അംഗീകരിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഗവൺമെന്റും ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് എല്ലാം കൂടി ആലോചിച്ച് അതിന്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പരിശോധിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിൽ കടക്കാൻ. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ആവശ്യമായി വരും. അനിയന്ത്രിതമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് അത് ആലോചിക്കേണ്ടി വരും. എന്തായാലും ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം റോപ്പ് വേ എന്ന് പറയുന്ന ഒരു ചിരകാല അഭിലാഷമാണ്. അതിന്റെ സാക്ഷാത്കാരത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ദേവസ്വം ബോർഡ്, പുതിയ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം അതിനുവേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തി. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും എല്ലാം പോസിറ്റീവായി നിലപാടെടുത്തു. പല പടവുകളിൽ ചർച്ചകൾ നടത്തി. അതിന്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ശരി, എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ വർഷത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. വളരെ നന്ദി ശ്രീ അജികുമാർ പ്രതികരിച്ചതിന്.